ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ആദ്യം ഒരു രാഷ്ട്രീയ സംഭവ കഥയിൽ നിന്ന് തുടങ്ങാം. രാഷ്ട്രീയ പാർട്ടികളിലെ നാടകീയമായ വരവ് പോക്കുകളെ ആയാറാം ഗയാറാം എന്ന് വിളിച്ചു തുടങ്ങിയത് 1967 ഹരിയാനയിലാണ്. മണിക്കൂറുകൾക്കുള്ളിൽ പലവട്ടം പാർട്ടി മാറിയ ഗയാലാൽ എന്ന സ്വതന്ത്ര അംഗത്തെ ചൂണ്ടി അന്നത്തെ ഹരിയാന മുഖ്യമന്ത്രി റാവു ബീരേന്ദർ സിംഗാണ് ആയാറാം ഗയാറാം എന്ന് വിളിച്ചത്. 1967 ഹരിയാനയിലെ ഇപ്പോൾ ഹോഡൽ എന്നറിയപ്പെടുന്ന അന്നത്തെ ഹസൻപൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ സ്വതന്ത്ര അംഗമായ ഗയാലാൽ ഒരേ ദിവസം 3 പാർട്ടികളിലേക്ക് കൂറുമാറി. ഗയാലാൽ നേരത്തെ കോൺഗ്രസുകാരനായിരുന്നു, മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു. 67 തെരഞ്ഞെടുപ്പിൽ ഹസൻപൂരിൽ കോൺഗ്രസ് ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ച ഗയാലാൽ വിജയിച്ചു. ജയിച്ച ഗയാലാൽ കോൺഗ്രസിന് പിന്തുണയും പ്രഖ്യാപിച്ചു. എന്നാൽ തനിക്ക് ടിക്കറ്റ് നിഷേധിച്ച പണ്ഡിറ്റ് ഭഗവത് ദയാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കരുതെന്ന് ഗയാലാൽ ആവശ്യപ്പെട്ടു. ചൗധരി ചാന്ദ്രാമിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പും നൽകി. പക്ഷേ മുഖ്യമന്ത്രിയായത് ഭഗവത് ദയാലാണ്. ഗയാലാൽ കോൺഗ്രസിനുള്ള പിന്തുണ അതോടെ പിൻവലിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ വീണു. 16 സ്വതന്ത്രർ ചേർന്ന് രൂപീകരിച്ച നവീൻ ഹരിയാന പാർട്ടിയും കോൺഗ്രസിലെ 1 ഡസനോളം വിമത MLA-മാരും ചേർന്ന് രൂപീകരിച്ച ഹരിയാന കോൺഗ്രസ് യുണൈറ്റഡ് ഫ്രണ്ടിന് രൂപം നൽകി. ഗയാലാലും ഇതിന്റെ ഭാഗമായി. എന്നാൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് ഗയാലാൽ മടങ്ങി. മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഈ കൂറുമാറ്റങ്ങൾ. അന്ന് യുണൈറ്റഡ് ഫ്രണ്ട് മുഖ്യമന്ത്രിയായിരുന്ന റാവു ബീരേന്ദർ സിംഗ് പത്രസമ്മേളനം നടത്തി ഗയാലാലിനെ പത്രപ്രവർത്തകർക്ക് മുന്നിൽ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചു, ഗയാറാം ഇപ്പോൾ ആയാറാമായിരിക്കുന്നു. പോയ ഗയാലാൽ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അന്നു മുതൽ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് വീണ പേരാണ് ആയാറാം ഗയാറാം. ഇതേ റാവു ബീരേന്ദർ സിംഗിന്റെ മകൻ റാവു ഇന്ദ്രജിത് സിംഗ് കോൺഗ്രസിൽ നിന്ന് പിന്നീട് BJP-യിലേക്ക് കൂറുമാറുകയും MP-യും 1ാം മോദി സർക്കാരിൽ മന്ത്രിയുമൊക്കെയായിരുന്നു. ഗയാലാലിന്റെ മകനായ ഉദയ് സിംഗ് കോൺഗ്രസിലേക്ക് മാറിയതിന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയും നേരിട്ടിട്ടുണ്ട്. ഈ സംഭവകഥ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ ചില കാഴ്ചകൾ കണ്ടതിനാലാണ്. ഇന്ന് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷരെ തിരഞ്ഞെടുത്ത ദിവസമാണ്. നാടകീയതയും വമ്പൻ ട്വിസ്റ്റോട് ട്വിസ്റ്റുമൊക്കെ പലയിടങ്ങളിലായി ഇന്ന് മലയാളക്കര കണ്ടു. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല എന്ന നിലയിലായിരുന്നു പലയിടങ്ങളിലും കൂറുമാറ്റം. ആദ്യം അധികാരം, ആദർശം അറബിക്കടലിൽ എന്ന് പല പ്രാദേശിക നേതാക്കളും ചിന്തിച്ചപ്പോൾ പെരുവഴിയിലായത് ഇത്തരക്കാരുടെ വിജയത്തിന് വിയർപ്പൊഴുക്കിയവരാണ്. മറുകണ്ഠം ചാടിയവർക്കും വോട്ട് അസാധുവാക്കിയവർക്കും പറയാൻ കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ എന്തായാലും അവരൊക്കെ ഓർക്കണം, പൊതുജനം കഴുതയല്ല സാർ എന്ന്. പൊതുജനം കഴുതയല്ല സാർ. ത്രിതല പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ ഇന്ന് കണ്ടത് നാടകീയതയാണ്. അവസാനം അട്ടിമറികളും കാലുവാരലുകളും ഒക്കെ നടന്നു. SDPI പിന്തുണയും പിന്നാലെയുള്ള രാജികളും ഇന്ന് വാർത്തയായിരുന്നു. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും കണ്ടത് അതിനാടകീയതകൾ. മൃഗീയ ഭൂരിപക്ഷമുണ്ടായിട്ടും നാവായിക്കുളം പഞ്ചായത്തിൽ UDF ഭരണം കൈവിട്ടത് ശ്രദ്ധേയമായി. UDF വിമതനെ പ്രസിഡന്റാക്കി LDF-ഉം LDF വിമതനെ പ്രസിഡന്റാക്കി UDF-ഉം വാർത്തകളിൽ നിറഞ്ഞു. നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറി UDF-നെ ഞെട്ടിച്ചു. ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തിൽ. 24 സീറ്റുള്ള പഞ്ചായത്തിൽ UDF-ന് 12ഉം LDF-നും BJP-ക്കും 6 വീതം എന്നതായിരുന്നു കക്ഷിനില. കോൺഗ്രസ് അംഗമായി ജയിച്ച ആസിഫ് കടയിൽ LDF പിന്തുണയിൽ പ്രസിഡന്റായി. LDF-ലെ 6 അംഗങ്ങളും UDF-ലെ 4 പേരും പിന്തുണച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഇതേ സ്ഥിതി തുടർന്നു. പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ UDF വിജയിച്ചു. KPCC നിർദ്ദേശത്തെ തുടർന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത S ഗീത രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഇതേ പിന്തുണ ആവർത്തിച്ചു. ഈ സ്ഥാനവും രാജിവെക്കും. പള്ളിക്കൽ പഞ്ചായത്തിൽ LDF വിമതനായ M സദീവനെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചെടുത്തു. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലും LDF വിമതയായ കുഞ്ഞുമോളെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചു.
മംഗലപുരം പഞ്ചായത്തിൽ UDF വിമതനായ ശ്രീജന്ത് എസിനെ പ്രസിഡന്റാക്കി LDFും ഭരണം പിടിച്ചെടുത്തു. പലയിടങ്ങളിലും സ്വതന്ത്രന്മാരെ ഒപ്പം കൂട്ടി UDF നേട്ടമുണ്ടാക്കി. വെമ്പായം പഞ്ചായത്തിലെ UDFിലെ ഒരംഗത്തിന്റെ വോട്ടു അസാധുവായതോടെ LDF ഭരണം പിടിച്ചു. ഭാഗ്യവും UDFിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് കൊല്ലത്ത് കണ്ടത്. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ് നറുക്കെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും UDFിന് വിജയിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി R ലതാദേവി ചുമതലയേറ്റപ്പോൾ മന്ത്രിയായ ഭർത്താവ് GRNൽ നേരിട്ടെത്തി ആശംസ അറിയിച്ചത് വേറിട്ട കാഴ്ചയായി. മുഖത്തല, ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും UDFിന് വിജയം. BJPക്ക് മേൽക്കൈയുണ്ടായിരുന്ന ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ UDF പിന്തുണയോടെ LDF വിമതൻ പ്രസിഡന്റായി വിജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ BJPക്ക് ലഭിച്ചു. UDFിന് ഭൂരിപക്ഷമുള്ള അലയമൺ ഗ്രാമപഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായി. പട്ടികജാതി സംവരണമായിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFിൽ മത്സരിക്കാൻ ആളുണ്ടായില്ല. ഇതോടെയാണ് CPIMലെ S ആനന്ദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. തഴവ ഗ്രാമപഞ്ചായത്തിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായി. ഭാഗ്യം തുണച്ചതോടെ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം LDFിന് ലഭിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഭാര്യ ചുമതലയേൽക്കുന്നത് കാണാൻ മന്ത്രി എത്തിയത് വേറിട്ട കാഴ്ചയായി. ഡോക്ടർ R ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നത് കാണാനാണ് ഭർത്താവായ മന്ത്രി GRNൽ എത്തിയത്. കൊല്ലം മേലില ഗ്രാമപഞ്ചായത്തിൽ UDFിലെ T അജിത് കുമാർ പ്രസിഡന്റായി. പത്തനംതിട്ടയിൽ വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇതുവരെയില്ലാത്ത രാഷ്ട്രീയ ചുവടുമാറ്റവും അപ്രതീക്ഷിതമായ കൂടിച്ചേരലുമാണ്. അയിരൂർ പഞ്ചായത്തിൽ NDAനെ അധികാരത്തിൽ നിറക്കാൻ LDFും UDFും ഒരുമിച്ച് വിമതനെ ഒപ്പം കൂട്ടി. പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് വിമതരായിരുന്ന 2 പേരെ ഒപ്പം കൂട്ടി UDFിൽ നിന്ന് LDF പഞ്ചായത്ത് ഭരണം പിടിച്ചു. കോട്ടാങ്ങലിൽ SDPI പിന്തുണച്ചതോടെ UDF സ്ഥാനാർത്ഥി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. വള്ളിക്കോട് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി UDFിന് വോട്ട് ചെയ്തു. സീതത്തോടിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് LDFിന്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എല്ലാം അറിയാതെ സംഭവിച്ചതെന്ന് പിന്നീട് വിശദീകരിച്ചു. കോട്ടാങ്ങലിൽ SDPI പിന്തുണയോടെ UDF സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും പിന്നീട് രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ BJP അധികാരം പിടിച്ചു. നിരണത്ത് സ്വതന്ത്രൻ പിന്തുണച്ചതോടെ UDFിന്റെ ജോളി ഈപ്പൻ പ്രസിഡന്റായി. കോന്നിയിൽ നറുക്കെടുപ്പിലൂടെ UDFിന്റെ റോബിൻ പീറ്ററാണ് പ്രസിഡന്റ്. നാരങ്ങാനം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ BJPയുടെ പ്രസാദ് പ്രസിഡന്റായപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പിടിച്ചു. കവിയൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തി. LDF പിന്മാറിയതോടെ കുറ്റൂർ പഞ്ചായത്ത് ഭരണം BJPക്ക് കിട്ടി. ഇത് BJP LDF അന്തർധാര എന്ന് UDF ആരോപിച്ചു. ഇപ്പോൾ കണ്ടത് തുടക്കം മാത്രം. അവിശ്വാസ പ്രമേയങ്ങളും കാലുവാരലുകളുമായി രാഷ്ട്രീയ നാടകങ്ങൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വടക്കൻ കേരളത്തിലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ട്വിസ്റ്റോട് ട്വിസ്റ്റായിരുന്നു. നറുക്കെടുപ്പിൽ മിക്കയിടത്തും ഭാഗ്യം UDFിനെ തുണച്ചു. അസാധു വോട്ടെന്ന തലവേദനയാണ് മിക്കയിടങ്ങളിലും മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. കോഴിക്കോട് നറുക്കെടുപ്പ് തുണയായത് UDFിന്. അശ്രദ്ധ കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമാകുമെന്ന ആശങ്ക UDFിനുണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. നറുക്കെടുപ്പ് നടന്ന 4 ഗ്രാമപഞ്ചായത്തുകളിൽ 2 ഇടങ്ങളിൽ LDFും 2 ഇടങ്ങളിൽ UDFും അധികാരത്തിലെത്തി. ഇതിൽ മൂടാടി പഞ്ചായത്ത് LDF നിലനിർത്തിയപ്പോൾ തിരുവള്ളൂർ പഞ്ചായത്ത് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. നന്മണ്ട, കോട്ടൂർ ഗ്രാമപഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. നറുക്കെടുപ്പ് നടന്ന 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരിടത്ത് ജനകീയ മുന്നണിയും മറ്റൊരിടത്ത് UDFും ഭരണം പിടിച്ചു. 1 LDF നിലനിർത്തി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFിന് നഷ്ടമായി. UDF RMP സഖ്യമായ ജനകീയ മുന്നണിക്കാണ് അധികാരം ലഭിച്ചത്. മുണ്ടേരി പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം നറുക്കെടുപ്പിൽ ആർക്ക് കിട്ടുമെന്ന് കാത്തിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഇടതംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF അംഗം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പിടിച്ചെടുത്തത്. അപ്രതീക്ഷിത ട്വിസ്റ്റിൽ CPIM കുത്തക പഞ്ചായത്തായ കണ്ണൂർ മുണ്ടേരി ഭരണം UDF പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ തട്ടകമായ മുണ്ടേരി 40 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. അതേസമയം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് LDF നിലനിർത്തി. നറുക്കെടുപ്പിലൂടെ CPIMലെ KV ബിജു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലും ഉദുമ പഞ്ചായത്തിലുമാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. LDFിന്റെ കയ്യിൽ നിന്ന്
UDF പിടിച്ചെടുത്ത ഉദുമ പഞ്ചായത്ത് ഭരണം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെ UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ നാലാം വാതുക്കലിന്റെ അശ്രദ്ധ കൊണ്ട് കൈവിട്ടു. ഉദുമയിലെ അസാധു ട്വിസ്റ്റിൽ UDFന് ഭരണം കിട്ടിയില്ല. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി ചന്ദ്രൻ നാലാം വാതുക്കലിന്റെ വോട്ട് അസാധുവായി. LDFും UDFും ഒപ്പത്തിനൊപ്പമായതോടെ നറുക്കെടുപ്പിൽ LDFന് ഭാഗ്യം തുണച്ചു. നാടകീയതയ്ക്കൊടുവിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പുത്തികെ പഞ്ചായത്തിൽ NDA വിമതന്റെ പിന്തുണയിൽ UDF ഭരണം പിടിച്ചു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDFിലെ തർക്കം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിന് വരെ കാരണമായി. പ്രസിഡന്റ് സ്ഥാനം ടേം വ്യവസ്ഥയിൽ പങ്കിടുന്നതിനെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉടലെടുത്ത ഭിന്നതയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കാരണമായത്. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDFിൽ തർക്കം മൂലം അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വയനാട്ടിൽ 2 ഇടങ്ങളിലാണ് ട്വിസ്റ്റ്. ഒന്ന് പൂതാടിയിലും മറ്റൊന്ന് മൂപ്പനാടും. പൂതാടിയിലെ UDF സ്ഥാനാർത്ഥിക്ക് തന്റെ പേരെഴുതാൻ മറന്നതോടെ ആ വോട്ട് അസാധുവാക്കുകയായിരുന്നു. മൂപ്പൈനാട് നാടകീയതകൾക്കൊടുവിൽ പഞ്ചായത്ത് ഭരണം UDFന്. വോട്ടെടുപ്പിൽ 9 വോട്ടുകൾ ലഭിക്കേണ്ടിയിരുന്ന LDF സ്ഥാനാർത്ഥി V കേശവന് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ലഭിച്ചത് 8 വോട്ടുകൾ മാത്രം. LDFിലെ 9ാം വാർഡ് മെമ്പറുടെ വോട്ട് അസാധുവായതാണ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായത്. ഇതോടെ ഇരു മുന്നണികൾക്കും 8 വീതം വോട്ടുകൾ ലഭിക്കുകയും മത്സരം തുല്യനിലയിലാവുകയും ചെയ്തു. വോട്ടുനില തുല്യമായതിനെ തുടർന്ന് വിജയിയെ കണ്ടെത്താനായി നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ CV സുധ വിജയിക്കപ്പെട്ടു. ഒറ്റകക്ഷിയില്ലാത്ത വയനാട് പൂതാടി പഞ്ചായത്തിൽ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതോടെ LDF ഭരണം പിടിച്ചു. നാടകീയ രംഗങ്ങൾക്കാണ് പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ സാക്ഷ്യം വഹിച്ചത്. തുല്യമായി നിന്നിരുന്ന 5 പഞ്ചായത്തിൽ 3 LDFും 2 UDFും നറുക്കെടുപ്പിലൂടെ നേടിയപ്പോൾ അഗളി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂറുമാറ്റം LDFന് ഭരണ തുടർച്ച ഉറപ്പിച്ചു. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിൽ UDF അംഗം LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി. 20ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള UDF അംഗം മഞ്ജുവാണ് കൂറുമാറിയത്. പിന്നാലെ മഞ്ജുവിനെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മധ്യകേരളത്തിലും ത്രിതല പഞ്ചായത്ത് നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളുണ്ടായി. പുതിയ സഖ്യങ്ങളും രൂപപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF അംഗം LDFിലെത്തി. UDF മോഹങ്ങളെ ആ അംഗം അട്ടിമറിച്ചു. 2020 UDF സഖ്യമുണ്ടായത് കൊച്ചി വടവുകോട് പഞ്ചായത്തിലാണ്. പാറളം പഞ്ചായത്തിൽ BJPക്കുണ്ടായത് അട്ടിമറി ജയം. അപ്രതീക്ഷിതമായ മറുകണ്ഠം ചാടൽ, പടിക്കലെത്തി കലമുടയ്ക്കുന്നത് പോലെ വോട്ട് അസാധുവായത്. ഇങ്ങനെ മുന്നണികൾക്ക് കിട്ടിയതും നഷ്ടപ്പെട്ടതുമായ തദ്ദേശ സ്ഥാപനങ്ങൾ. മധ്യകേരളത്തിലെ ചില രാഷ്ട്രീയ കളികൾ നോക്കാം. കൊച്ചിയുടെ കാര്യം റാഫി കരീം പറയും. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലാണ് UDFും 2020യുമായി അപ്രതീക്ഷിത സഖ്യം രൂപപ്പെട്ടത്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഞെട്ടിക്കൽ ഫലം. LDFന് 8, UDFന് 7, 2020ക്ക് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വോട്ടെടുപ്പിൽ 2 2020 അംഗങ്ങൾ UDFനൊപ്പം നിന്നു. ഇതോടെ UDFന്റെ റെജി തോമസ് അധ്യക്ഷനായി. ചേന്നമംഗലം പഞ്ചായത്തിൽ CPIM വിമതന്റെ പിന്തുണയോടെ UDFന്റെ ഹരിദാസ് പ്രസിഡന്റായി. മുൻ CPIM അംഗമായ ഫസൽ റഹ്മാനാണ് UDFനായി വോട്ട് ചെയ്തത്. ക്വാറം തികയാത്തതിനാൽ വെങ്ങോല പഞ്ചായത്തിലെ വോട്ടെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. 4 ഇടങ്ങളിൽ കൊച്ചിയിൽ ടോസ് ഇട്ട് അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ഇനി ആലപ്പുഴയിലെ ചിത്രം എങ്ങനെയാണ്? പുളിങ്കുന്ന് പഞ്ചായത്തിൽ LDF അധികാരത്തിലെത്തിയെങ്കിലും കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടന്തറ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകും. 10ാം വാർഡിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് എത്തും. ആലപ്പുഴയിൽ UDFനെ ഞെട്ടിച്ചായിരുന്നു പുളിങ്കുന്ന് പഞ്ചായത്തിലെ ട്വിസ്റ്റ്. 16 അംഗ പഞ്ചായത്തിൽ LDFനേക്കാൾ 1 സീറ്റ് കൂടുതൽ നേടി UDF ഭരണം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF അംഗമായി കൂറുമാറി LDFിലെത്തി പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഔസേപ്പച്ചനാണ് UDF പ്രസിഡന്റ് സ്ഥാനം നൽകാതിരുന്നതോടെ കൂറുമാറിയത്. കോൺഗ്രസിലെ ജോഷി കൊല്ലാറയെ ഔസേപ്പച്ചൻ പരാജയപ്പെടുത്തി. അവസാന നിമിഷം വരെ തദ്ദേശ പോരിൽ സസ്പെൻസ് നിന്ന കോട്ടയത്തേക്ക്. കപ്പ് കയ്യിലുണ്ടെങ്കിലും മത്സരാർത്ഥിയില്ലാത്ത അവസ്ഥയാണ് എരുമേലി സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളത്. 14 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷം. പക്ഷേ ഭരണത്തിലേറണമെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റ് വേണം. അത് ഇത്തവണ കോൺഗ്രസിനെ തുണച്ചില്ല. മൂന്നിലവ് പഞ്ചായത്ത് ഭരണം LDFന് തിരികെ ലഭിച്ചെങ്കിലും നടന്നത് ആകെ ട്വിസ്റ്റാണ്.
പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 5 അംഗങ്ങളുള്ള LDFന് കിട്ടിയത് സ്വതന്ത്രന്റെ അടക്കം 7 വോട്ട്. സ്വതന്ത്രൻ ജെയിംസ് ജോസഫിന്റെ വോട്ടിനൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷെയ്സ് ജോസഫിന്റെ വോട്ടും LDF പെട്ടിയിൽ വീണു. അതേസമയം 6 അംഗങ്ങളുള്ള UDFനും 7 വോട്ട് കിട്ടി. CPIയിലെ ഇത്തമ്മ മാത്യുവിന്റെ വോട്ട് കിട്ടിയത് UDFന്. തിരിച്ചും മറിച്ചും വോട്ട് വീണതോടെ 7-7. നറുക്കെടുപ്പിൽ വിജയം LDFന്. അപ്പോഴാണ് LDF ക്യാമ്പിന് ശ്വാസം നേരെ വീണത്. കരൂർ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിന്റെ തമ്മിലടി മുതലെടുത്തത് LDF ആണ്. UDF വിമതനായി മത്സരിച്ച പ്രിൻസ് കുര്യത്ത് LDFനൊപ്പം നിന്നു. പ്രിൻസ് അങ്ങനെ പ്രസിഡന്റുമായി. തൃശൂരിലാണ് ഞെട്ടിയത്. എങ്ങനെയെല്ലാം പിന്തുണ മാറി മറിഞ്ഞുവെന്ന് ഇനിയും തെളിയേണ്ടതുണ്ട്. മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ 8 മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് നാടകീയ നീക്കം. പാർളം പഞ്ചായത്തിൽ BJP നേടി. ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായി. LDF അംഗത്തിന്റെ വോട്ടിൽ ചേലക്കരയിൽ UDFന് അട്ടിമറി വിജയമുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗം രാമചന്ദ്രൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കുന്നംകുളത്ത് ചൊവ്വാനൂർ പഞ്ചായത്ത് SDPI പിന്തുണയോടെ UDF വിജയിച്ചു. SDPI അംഗങ്ങളുടെ 2 വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചത്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ആ പിന്തുണ വേണ്ടെന്ന് തീരുമാനിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നറുക്കെടുപ്പ് നടന്നെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ കുറവായിരുന്നു. ഈ ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ഞെട്ടൽ അത് പ്രാദേശിക തലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും വരും ദിവസങ്ങളിൽ അലയൊലികൾ ഉണ്ടാക്കും. ടീം 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഇന്ന് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂറുമാറ്റങ്ങളെയൊക്കെ പരാമർശിക്കുന്നത്. ജോസിൻ ജോസഫ് പറയുന്നു, രാഷ്ട്രീയക്കാർ അങ്ങനെയാണ്, എത്ര സ്ഥാനങ്ങൾ കിട്ടിയാലും മതിയാവില്ല എന്ന കാര്യം. ഷൈനി ചിത്ര പറയുന്നു, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്ലാൻ B ഇതൊക്കെയാവും അല്ലേ എന്ന് മറ്റത്തൂർ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. അരുൺജി പറയുന്നുണ്ട്, അധികാരമോഹം മനുഷ്യനെ അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളി വീഴ്ത്തുമെന്ന സത്യം ഇവരാരും മനസ്സിലാക്കുന്നില്ല എന്ന കാര്യം. ആശാ സിംഗപ്പൂർ പറയുന്നു, ഉപകാരമില്ലാത്ത ആളുകൾ എവിടെ ഇരുന്നിട്ട് എന്തു കാര്യമെന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൂറുമാറ്റത്തിൻ്റെയും കാലുമാറ്റത്തിൻ്റെയും ഒക്കെ കഥകൾ കേട്ട് മടുത്തെങ്കിൽ ഇനി നമുക്കല്പം സന്തോഷകരമായ ഒരു വിശേഷത്തിലേക്ക് പോകാം. തൃശ്ശൂരിലെ പൂരനഗരിയെ കീഴടക്കി പാപ്പാമാർ. 15,000 ക്രിസ്മസ് പാപ്പാമാർ അണിനിരക്കുന്ന ബോൺ നതാലെ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. നിശ്ചല ദൃശ്യങ്ങളടങ്ങുന്ന ഘോഷയാത്ര തുടരുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, ബോൺ നതാലെയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർണ്ണാഭമായ കാഴ്ചകളായിരിക്കുമല്ലോ, പറയൂ. ഇപ്പോൾ ബോൺ നതാലെ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. വളരെ ആഹ്ലാദകരമായ വിസ്മയകരമായ ദൃശ്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നത്. 15,000-ഓളം പാപ്പാമാരാണ് തൃശ്ശൂർ പൂരനഗരിയെ കീഴടക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, വളരെ മനോഹരമായ കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്നുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരം? ദിലീപ്, 150 ഇടവകൾ, തൃശ്ശൂർ അതിരൂപതയിലെ 150 ഇടവകളിൽ നിന്നുള്ള 10,000-ഓളം പാപ്പമാർപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് കീഴടക്കിയിരിക്കുകയാണ്. തൃശ്ശൂരിന്റെ രാത്രിക്ക് ഇന്ന് ചുവപ്പാണ് നിറം. വലിയ ജനപങ്കാളിത്തം, അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ കാണാനും പൂരനഗരിയെ ആവേശത്തിലാക്കിക്കൊണ്ട് ബോൺ നതാലെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് 15,000-ഓളം വരുന്ന പാപ്പകൾക്കൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഇത്തവണത്തെ ബോൺ നതാലെയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത് AI സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ ബോൺ നതാലേക്ക് നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്വരാജ് റൗണ്ടിന്റെ ഒരു വശത്തുകൂടി ഇപ്പോൾ പൂർണ്ണമായും എല്ലാ ഇടവകളിൽ നിന്നുള്ള പാപ്പാഞ്ഞിമാർ എത്തിയിട്ടുണ്ട്. പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടിൽ ഒരേ താളത്തിൽ ഒരേ ചുവടുകൾ അവർ വെക്കുന്നു. അതിനനുസരിച്ചായിരിക്കും ഇതിലെ വിജയികളെ കണ്ടെത്തുക. ഓരോ ഇടവകളും കപ്പടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എല്ലാ വർഷവും എത്തുന്നത്. 2013 മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ് പിന്നീട് ചരിത്ര പ്രസിദ്ധമായ ബോൺ നതാലെയായി മാറിയത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്
ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്മസ് എന്നുള്ളത് കേവലം ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല. അതൊരു സർവ്വവ്യാപിയായ എല്ലാ മനുഷ്യരുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ അടയാളമാണ്. കേവലം ക്രൈസ്തവ പള്ളികളിൽ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. ജാതിഭേദ മതവ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കണം എന്ന അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോൺ നത്താലെ ആരംഭിച്ചത്. 2014 ചരിത്രത്തിന്റെ ഭാഗമായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. 18,000 അപ്പാഞ്ഞമാരാണ് അന്ന് ബോൺ നത്താലെ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ പപ്പാഞ്ഞി വേഷമണിഞ്ഞ് എത്തിയിട്ടുണ്ട്. അവിടെ മതമോ ജാതിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ പ്രായമോ വർഗമോ വർണ്ണമോ ഒന്നും ഒരു വിഷയമല്ല. തൃശ്ശൂരിന്റെ സാംസ്കാരിക കൂട്ടായ്മയാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു കേരള മോഡൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ബോൺ നത്താലെ. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:30 പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും സമ്മാനം പ്രഖ്യാപിക്കുക. തൃശ്ശൂരിൽ ബോൺ നത്താലെ പുരോഗമിക്കുകയാണ്. വർണ്ണാഭമായ മനോഹരമായ കണ്ണിന് കുളിര് പകരുന്ന കാഴ്ചകളാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ബോൺ നത്താലെ എന്ന ഇറ്റാലിയൻ ഭാഷയിലുള്ള ആ വാക്കിനർത്ഥം മെറി ക്രിസ്മസ് എന്നാണ്. സന്തോഷകരമായ ക്രിസ്മസ് ദിനങ്ങളെ ഓർത്തെടുക്കുകയാണ് ഈ ബോൺ നത്താലെ തൃശ്ശൂരിൽ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കൂറുമാറ്റവും കാലുമാറ്റങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രേക്ഷകർ ഈ 24-ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബേബി ഗിരിജ ജെ നായർ പറയുന്നു, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ, ജ്ഞാനപ്പാന ഓർമ്മ വരുന്നുവെന്ന്. ആ നിലയിലാണ് ഇന്നിപ്പോൾ കണ്ട പല കാഴ്ചകളും. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരം വെള്ളനാട്ട് നിന്നാണ് ഈ വാർത്ത. അവിടെ പഞ്ചായത്ത് വാഹനത്തെ ചൊല്ലി തർക്കം നടന്നു. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറിയെ പുതിയ പ്രസിഡന്റ് റോഡിൽ തടഞ്ഞു. വാഹനം വേണമെന്ന് പ്രസിഡന്റ് വെള്ളനാട് ശശിയും 5 മണിക്ക് ശേഷം വാഹനം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് സെക്രട്ടറിയും നിലപാട് സ്വീകരിച്ചതോടെയാണ് തർക്കം മുറുകിയത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവുമല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മോടൊപ്പം നടന്ന സാധാരണക്കാർക്കൊപ്പം അവരുടെ വോട്ടുകൾ തേടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പലവട്ടം കയറിയിറങ്ങിയ, പലവട്ടം നമ്മളോട് കുശലം പറയുകയും ഒക്കെ ചെയ്ത സ്ഥാനാർത്ഥികൾ അധികാരം കിട്ടിയതിന് ശേഷം പവർ വേണം എന്ന നിലയിലേക്ക്, അധികാരം വേണം എന്ന നിലയിലേക്ക്, പദവി വേണം എന്ന നിലയിലേക്കൊക്കെ മാറുന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഇന്നത്തെ വിഷയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കത്ത് കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അതിനുവേണ്ടി ഒരു ഡ്രൈവറെ ഒരു ജീവനക്കാരനെയും കൂടെ പറഞ്ഞു വിട്ടു. അവരത് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അവരെന്നത് തിരിച്ച് താക്കോൽ മേടിച്ച് വെച്ചത്. ഡ്രൈവറെ താക്കോൽ മേടിച്ചിട്ട് വണ്ടി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് കേട്ടോണ്ട് ഞാനിങ്ങനെ വരികയും ചെയ്തു. 5 മണിക്ക് ശേഷം നമുക്ക് സർക്കാർ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. രാവിലെ പ്രസിഡന്റ് വിളിക്കട്ടെ, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. 5 മണിക്ക് ശേഷം നമുക്ക് ആൾക്ക് വാഹനം കൊടുക്കാൻ പറ്റില്ല. ആ ഒരു നിയമപ്രകാരമാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. പിന്നെ പാർട്ടിക്കാരുടെ വിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുള്ളി വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു, വണ്ടിയിൽ ഇറങ്ങാതെ ഇരിക്കുന്നു. വണ്ടി വേണമെന്ന് വണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ നമ്മളൊരു വിഷയം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്ര മുഹമ്മദ്, നേരത്തെയും വെള്ളനാട് ശശി വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ളതാണ്, അത്തരം വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് ഈ വാഹനത്തിൽ തന്നെ പോകണം, അതിൻ്റെ ഒരു പത്രാസും ആ പദവിയുടെ അധികാരവും ഒക്കെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം എന്ന് തോന്നിയതും. അലക്സ്. ദിലീപ് കുമാർ, തീർച്ചയായും വെള്ളനാട് ശശി ജനകീയനാണ്, പക്ഷെ വിവാദ നായകനുമാണെന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലെ അദ്ദേഹം ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വെള്ളനാട് ശശി. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വെള്ളനാട് ശശി. CPM-ന്റെ അംഗമാണ്. CPM പ്രതിനിധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് ഈ വെള്ളനാട് ശശി. ഇത് ഇന്നിപ്പോൾ സംഭവിച്ചത് ഈ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് കളക്ടറേറ്റിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരനും ഡ്രൈവറും കൂടി ഈ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കളക്ടറേറ്റിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിൽ ഏതാണ്ടൊരു 5 മണിയോടുകൂടി വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഈ വാഹനം തടയുകയാണ്. വാഹനം തടഞ്ഞതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തിന്റെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായി വാഹനം തനിക്ക് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് ജീവനക്കാരൻ പഞ്ചായത്ത് സെക്രട്ടറി എൽ സിന്ധുവിനെ വിവരം അറിയിക്കുന്നു. അവർ ഇരുചക്ര വാഹനത്തിൽ സെക്രട്ടറി സിന്ധു അവിടേക്ക് എത്തി
പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയോട് പറയുന്നത് 5 മണിക്ക് ശേഷം വാഹനം വിട്ടു നൽകാനാകില്ല. അതാണ് സർക്കാർ നിലപാട്. 5 മണിക്ക് ശേഷം ഔദ്യോഗിക വാഹനം അങ്ങനെ വിട്ടു നൽകാനാകില്ല എന്ന നിലപാട് ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുന്നു. പക്ഷേ അതോടുകൂടി തർക്കം മുറുകുകയായിരുന്നു. അദ്ദേഹം ഈ വാഹനത്തിനുള്ളിൽ കയറി വെള്ളനാട് ശശി ഇരിപ്പുറപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും അതുപോലെ CPM അനുഭാവികളും പ്രതിനിധികളും അംഗങ്ങളും ഒക്കെ അവിടേക്ക് എത്തി ദീർഘനേരം ഒരു സംഘർഷാവസ്ഥ ആ സ്ഥലത്ത് നിലനിന്നിരുന്നു. അല്പം മുമ്പ് മാത്രമാണ് താൽക്കാലികമായ തർക്കം പരിഹരിച്ചത്. ഈ വെള്ളനാട് ശശി ആ വാഹനത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം നിലവിൽ വാഹനം പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ വാഹനം പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടു നൽകുന്ന നടപടികൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കും. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ്. ഈ ഒരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഹസീന ഷാജി പറയുന്നുണ്ട് ഇന്ന് മൊത്തം കോമഡിയാണല്ലോ എന്ന്. ഇത്തരം കാഴ്ചകളാണ് ഇന്ന് കേരളം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ജനപ്രതിനിധികൾ എന്ന് കരുതുന്നവർ അധികാരം കിട്ടിയതിനു ശേഷം പിന്നീട് ഏതു നിലയിൽ മാറുന്നു, അവർ പൊതുജനത്തെ എങ്ങനെയെല്ലാം കഴുതകളാക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതുപോലെ MT റിൻഡോ ചോദിക്കുന്നുണ്ട്, ഒരു കേസുണ്ട്, ഒരു വാർത്ത ചെയ്യാൻ സാധിക്കുമോ? ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല, ആരുമായിട്ടാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. 6235968937 എന്ന നമ്പറിലേക്കാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.